നമസ്കാരം. നമസ്കാരം. ഫവാസ, ഈ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ബിനോയ് വിശ്വം പതിവില്ലാത്ത രീതിയിൽ അല്പം പരുഷമായോ പൊട്ടിത്തെറിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. അത് VD സതീശൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകും എന്നുള്ള ബജറ്റ് പ്രസംഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ് ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയാൻ കഴിയുക. PM ശ്രീ പദ്ധതിയിലും കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീ പദ്ധതി വിഷയവുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ PM ശ്രീ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുവാനായി VD സതീശൻ പ്രതിജ്ഞാബദ്ധനാണ്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. ഒരു കാരണവശാലും ഏതെങ്കിലും മദ്യമുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വശംവദനായി കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യമൊഴുക്കാൻ ഒരു കാരണവശാലും CPI സമ്മതിക്കില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് PM ശ്രീയുടെ കാര്യത്തിലും ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ കാലത്ത് ശിവൻകുട്ടിയും പിണറായി വിജയനും രായ്ക്ക് രായ്മാനം മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ആലോചിക്കാതെ മോദി പറഞ്ഞു കൊടുത്ത് പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ, വിവാദമായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തിയുക്തം അന്ന് CPI നിലപാടെടുത്തു. CPIയുടെ നിർബന്ധപ്രകാരം സർക്കാരിന് ആ പദ്ധതിയിൽ നിന്നും പിൻവലിയേണ്ടതായി വന്നു. എന്നാൽ അപ്പോഴും പദ്ധതി ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, അത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കണം എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് പിണറായി വിജയൻ കത്തെഴുതുക മാത്രമാണ് ചെയ്തേക്കുന്നത്. ഈ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ഒരിക്കലും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെ കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനം എടുപ്പിക്കാൻ അന്ന് CPIക്കും സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ VD സതീശനെതിരെ ബിനോയ് വിശ്വം അക്ഷരാർത്ഥത്തിൽ കുരച്ചു ചാടുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ടത്. PM ശ്രീ സ്കൂളിൽ, കേരളത്തിലെ സ്കൂളുകളിൽ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്ന് സതീശനുൾപ്പെടെയുള്ള ആളുകൾ ഈ മുദ്രാവാക്യം ഉയർത്തിയിരുന്നല്ലേ. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഒപ്പിട്ടത്? ഒരു കാരണവശാലും ഞങ്ങളത് സമ്മതിക്കില്ല. ലീഗ് അത് അനുകൂലിച്ചിട്ടുണ്ടോ? ലീഗ് അനുകൂലിച്ചാലും ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ PM ശ്രീയിൽ പിണറായി വിജയനെ തിരുത്താൻ അല്ലെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനെ നിർബന്ധിക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിച്ചില്ല. ഇത് തന്നെയാണ് കരിമണൽ ഖനനത്തിൻ്റെ അല്ലെങ്കിൽ ധാതു ഖനനത്തിനും സ്വകാര്യ പങ്കാളിത്തം കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചു ബിനോയ് വിശ്വം. അത് ആരൊക്കെ വന്നാലും ഏതൊക്കെ മുതലാളിമാർക്ക് വേണ്ടിയാണ് സതീശൻ ഈ നിലപാടെടുത്തത് എന്ന് വ്യക്തമാക്കണം. അത് സതീശന് മാത്രമേ ഇത് അറിയൂ എന്നാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ 10 വർഷക്കാലം ഭരിച്ചിട്ടും ഈ കരിമണൽ ഖനനവുമായി CMRL കമ്പനിയും പിണറായി വിജയൻ്റെ മകളുമായി ഇപ്പോൾ ED അന്വേഷണം വരെ നടക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇതിൻ്റെ സത്യാവസ്ഥ വ്യക്തമാക്കണം എന്ന് പിണറായി വിജയനോട് ബിനോയ് വിശ്വം പറഞ്ഞിട്ടില്ല. ആ ബിനോയ് വിശ്വമാണ് ഇപ്പോൾ VD സതീശനെതിരെ ഇത്തരത്തിലുള്ള ഒരു സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും കേരളത്തിൽ വീര്യം കുറഞ്ഞതായാലും വീര്യം കൂടിയതായാലും മദ്യം ഒഴുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് നല്ലതാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 800-700 ബാറുകളാണ് അധികം തുറന്നു കൊടുത്തത്. ബാറുകളുടെ സമയം കൂട്ടി നൽകുകയെല്ലാം ചെയ്തു. അതിനെതിരെ അന്ന് ബിനോയ് വിശ്വത്തിന് എന്ത് തരത്തിലുള്ള നടപടികൾ എടുക്കാൻ സാധിച്ചു? അത് സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ സാധിച്ചിരുന്നു പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട്? ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അപ്പോൾ ഈ ബിനോയ് വിശ്വമാണ് ഇപ്പോൾ VD സതീശനെതിരെ ഇത്തരം ചില സമരാഹ്വാനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. മറ്റൊന്നുകൂടി ചേർത്ത് പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ രക്ഷകനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഞങ്ങളല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അത് പിണറായി വിജയനുള്ളൊരു കുത്താണ്. തീർച്ചയായും. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത് പറയാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്. കാരണം PM ശ്രീയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാം. കാരണം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്താൻ ഒരു പരിധി വരെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സാധിച്ചു. കാരണം പാതിരാത്രി ആരും അറിയാണ്ട് പോയി ജോൺ ബ്രിട്ടാസിൻ്റെ പാലത്തിലൂടെ പോയി ഒപ്പിടുന്നു ശിവൻകുട്ടിയും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും പോയിട്ട്. അത് പിന്നെ ഇവരുടെ പിടിവാശിയിട്ട് കൊടുവിൽ അവസാനം അത് മരവിപ്പിക്കാൻ വരെ അതുവരെങ്കിലും ഇവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ബിനോയ് വിശ്വത്തിനും CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് അന്ന് ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അറബിക്കടലിൽ ഞങ്ങൾ വന്നാലത്തെ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് ലീഗ് അറബിക്കടലിലോട്ട് ഈ സാധനം വലിച്ചെറിയാൻ പോകാൻ തയ്യാറാണെങ്കിൽ ലീഗിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ട് ഈ സാധനത്തിൽ പങ്കെടുക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പം ലീഗിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. ലീഗ് സമരരംഗത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും, ലീഗിൻ്റെ തോളോട് തോൾ ചേർന്ന് ഞങ്ങളും ഉണ്ടാവും സമരരംഗത്ത് PM ശ്രീ പദ്ധതിയെ ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ
ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയാൻ ആധികാരികമായി യോഗ്യതയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് പകുതി വരെ ഇപ്പം ലീഗ് വരെ ഇരട്ടത്താപ്പ് കാണിച്ചു, ലീഗ് ഇരട്ടത്താപ്പ് കാണിച്ചു, കോൺഗ്രസ് കാണിച്ചു, CPM കാണിച്ചു. കാണിക്കാത്ത ഒരേ ഒരു പാർട്ടി അത് ഈ പറഞ്ഞ പോലെ CPI തന്നെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ബിനോയ് വിശ്വം അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ VM സുധീരന് പിന്തുണ കൊടുത്തുകൊണ്ടാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ VM സുധീരൻ കത്ത് കൊടുക്കുന്നു. അത് UDFൻ്റെ മാനദണ്ഡങ്ങൾക്ക് യോജിക്കാത്തതാണ്, ഐഡിയോളജിക്ക് യോജിക്കാത്തതാണ്, നിലപാടുകൾക്ക് യോജിക്കാത്തതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് VM സുധീരൻ കത്തയക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, VM സുധീരൻ ഈ വിഷയത്തിൽ എല്ലാവിധ പിന്തുണയുണ്ടാകും. VM സുധീരൻ സമരത്തിന് UDFനെതിരെ സമരം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണ ഉണ്ടാകും. ആ സമരത്തിൻ്റെ പന്തലിന് മുമ്പിൽ തന്നെ ഞങ്ങളുണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വശത്ത് ലീഗിന് സപ്പോർട്ട് കൊടുക്കുന്നു, മറുവശത്ത് VM സുധീരന് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പം ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞപ്പോൾ മുന്നണി ഇല്ലാണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നിയത്. കാരണം UDFൻ്റെ നേതാക്കന്മാർക്കാണ് ഇപ്പോൾ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ വിഷയം ബന്ധപ്പെട്ടിട്ടാണ്. അല്ല, ഇടതു മുന്നണിയിൽ CPIയുടെ നില ഏതാണ്ട് പരിഗണിൽ തന്നെയാണല്ലോ. കാരണം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം പോലും ചോദിച്ചിട്ട് മാസം 2 പോകുമ്പോഴും അതിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളത് ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. ബിനോയ് വിശ്വം തന്നെ നേരിട്ട് സംസാരിച്ചതായിരുന്നു പിണറായി വിജയനുമായി, LDF കൺവീനറുമായൊക്കെ ഈ കാര്യങ്ങൾ. MP ഗോവിന്ദനുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ യാതൊരു തരത്തിലും ഒരു അനുകൂല നടപടി ഈ കാര്യത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ബിനോയ് വിശ്വം ശക്തമായി പ്രതികരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിന് തയ്യാറാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ VM സുധീരൻ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആ നികുതി ഇളവിനെ കുറിച്ച് സതീശനെതിരെ തിരിയുന്നു. അത് UDFൻ്റെ നയമല്ല എന്ന് പറയുമ്പോൾ ഈ വീര്യം കൂടിയ മദ്യമാവട്ടെ വീര്യം കുറഞ്ഞ മദ്യമാവട്ടെ, വീര്യം കുറഞ്ഞ മദ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിനും അത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനും പിണറായി വിജയൻ്റെ കാലത്ത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് മെട്രോ സ്റ്റേഷനിൽ വരെ ബാർ തുറന്നു കൊടുത്തവരെ അതെ, അതിനെക്കുറിച്ച് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. നിങ്ങൾ പച്ചക്കറി, പഴം എന്നിവയിൽ നിന്നുള്ള ഉൽപ്പാദനം ഉണ്ടാക്കിയിട്ട് ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് വിഭാവനം ചെയ്തത്. എന്നാൽ ഇപ്പോഴിത് അങ്ങനെയല്ല. സതീശൻ എന്തിനാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കർണാടകത്തിൽ പോയത്? BJP സർക്കാർ ഭരിക്കുന്ന BJPയുടെ പ്രതിനിധികളായിട്ട് ബന്ധപ്പെട്ട്, അദാനിയുടെ പ്രതിനിധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് മറ്റാരും അറിയാതെ സ്വകാര്യ ഫ്ലൈറ്റിൽ കർണാടകത്തിൽ പോയത്? അത് കർണാടകത്തിലാണ് ബെക്കാഡി കമ്പനിയുടെ ആസ്ഥാനം എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ദുരൂഹതയില്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ബിനോയ് വിശ്വം ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ബിനോയ് വിശ്വത്തിന് കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്ന മന്ത്രിസഭ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 വട്ടം ഇടതുപക്ഷം ഈ കേരളം ഭരിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിന് ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചില്ല? ഈ ബാറുകളുടെ സമയം കൂട്ടി നൽകിയപ്പോൾ എന്തുകൊണ്ട് ബിനോയ് വിശ്വത്തിനത് എതിർക്കാൻ സാധിച്ചില്ല? എതിർത്തുകൊണ്ട് മാത്രമല്ലോ, ഇപ്പോൾ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷി എന്ന രീതിയിൽ തീരുമാനം തിരുത്തിക്കാനുള്ള ഒരു ആർജവം കാണിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? ഇപ്പോൾ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ളത് മരവിപ്പിക്കാനേ സാധിച്ചുള്ളൂ. ഇപ്പം ഞങ്ങൾ നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റിവെച്ചേക്കുന്നതാണെന്ന് മോദിക്ക് കത്തെഴുതിയത്. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അപ്പോൾ അത്തരം ഈ പരിപാടി വേണ്ട എന്ന് വെപ്പിക്കാൻ എന്തുകൊണ്ട് പിണറായി വിശ്വത്തിന് ഈ ബിനോയ് വിശ്വത്തിന് പറ്റിയില്ല? അപ്പോൾ അത്രത്തോളമുള്ള പിണറായി വിജയൻ്റെ മുമ്പിൽ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന രീതി തന്നെയായിരുന്നു ബിനോയ് വിശ്വത്തിന്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോഴും ഈ വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നവരും കാറി കയറ്റി നടന്നവരും ഒക്കെയാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ സംരക്ഷകൻ എന്ന രീതിയിൽ വെള്ളാപ്പള്ളിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അന്നും ബിനോയ് വിശ്വത്തിന് ഇത് പറയാമായിരുന്നല്ലോ. അപ്പോൾ പറയേണ്ട സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെട്ട് പറയാതെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ CPIയുടെ നില പരിങ്ങലായിരിക്കുന്ന ഈ സമയത്ത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായതിൻ്റെ പേരിൽ ഞങ്ങൾ ഇടപെടുന്നു എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ UDFൻ്റെ നയത്തിന്, മദ്യനയത്തിന് വിരുദ്ധമായ രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒഴുക്കാനുള്ള നയപരിപാടികൾ അവർ തന്നെ എതിർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് VM സുധീരൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത് തീർച്ചയായും അവർ ആ തരത്തിൽ തീരുമാനം ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. PM ശ്രീയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും, ലീഗ് അടക്കമുള്ള കക്ഷികളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ കഴിഞ്ഞ സർക്കാരിൽ വളരെ നിർണായകമായ സ്വാധീനം, 99 സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന്. അത് വളരെ തരക്കേടില്ലാത്തൊരു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സുപ്രധാനമായ ഘടകമായിരുന്ന ഏറ്റവും വലിയ ഘടകകക്ഷിയുള്ള ഒരാളായ CPIക്ക് അന്ന് എന്ത് നിലപാടെടുക്കാൻ സാധിച്ചു? അപ്പോൾ ആ നിലപാടുകളൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകൾ ബിനോയ് വിശ്വത്തിൻ്റെ ഇത്തരം വാക്കുകളൊക്കെ കണക്കിലെടുക്കുക. ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞത് സതീശൻ അതിന് തയ്യാറാവണം. ഇപ്പോൾ സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പച്ചക്കറിയിൽ നിന്നും പഴത്തിൽ നിന്നും ഉൽപ്പാദിക്കുന്ന മദ്യമായിട്ട് കാണാൻ ബിനോയ് വിശ്വം തയ്യാറാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഐഡിയോളജി നമുക്കില്ല. ഈ വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും മദ്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ താല്പര്യം. മദ്യം വർജിക്കണം. നമ്മളൊരിക്കലും മദ്യം ഉപയോഗിച്ചിട്ടില്ല.
എന്ന് കരുതിയിട്ട് മദ്യപിക്കുന്ന ആളുകളെ നമ്മൾ കുറച്ച് കാണുന്നുമില്ല, അത് അവരുടെ താല്പര്യം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന് നയപരിപാടികളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകണം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കപ്പെടണം, എന്നാലേ സർക്കാരിന് തിരുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ബിനോയ് വിശ്വത്തിനും എനിക്കും ഫവാസിനും കേരളത്തിലെ ഓരോ പൗരനും അതിനുള്ള അധികാരമുണ്ട്, പൗരസ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ പൗരത്വം അത് അനുവദിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചിരുന്ന സമയത്ത്, ഇതൊക്കെ തിരുത്തേണ്ട സമയത്ത് തിരുത്താതിരുന്ന ആളുകൾ മറ്റൊരു സർക്കാർ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലെന്തായിരുന്നു, അത് ആശയപരമായ പൊള്ളത്തരം ഇല്ലേ എന്നുള്ളതൊരു സംശയമുണ്ട്. കഴിഞ്ഞ 10 വർഷമില്ലാത്ത വിവരമാണ് ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉദിച്ചു വന്നത് എന്നുള്ളതാണ്. അത് പൊതുജനത്തിന് അങ്ങനെ ഒരു സംശയം തോന്നി അവർ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ 10 വർഷം കാണാത്ത സാമൂഹ്യ പ്രതിബദ്ധതയും ഈ തിരുത്തൽ നടപടികളും ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഓരോരോ നയങ്ങളെ ചൊല്ലിയുണ്ടാവുന്ന ആ വേവലാതികൾ എന്തുകൊണ്ട് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനോട് ഇവർക്ക് ഉണ്ടായില്ല? പാലക്കാട് ബ്ലൂബറി സാധനം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നീ വിഷയം ഉണ്ടായിരുന്നില്ല. അതെ, അന്ന് എം പി രാജേഷിന്റെ അടുത്ത്, എക്സൈസ് മന്ത്രിയുടെ അടുത്ത് ഇവർക്ക് അത് പറയാൻ സാധിക്കാതെ അവരുടെ സ്വന്തം പഞ്ചായത്ത് വരെ അതിനെതിർത്ത് പറഞ്ഞു. CPM ഭരിക്കുന്ന പഞ്ചായത്ത് വരെ അവരുടെ നിലപാടിനെതിരായിട്ട് രംഗത്ത് വരുന്നു. പാലക്കാടിന്റെ കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ നിലച്ചു പോകും അവിടെ ബ്രൂവറി ഏർപ്പാടാക്കി വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അവിടെ തന്നെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എവിടെയായിരുന്നു ബിനോയ് വിശ്വം? അപ്പം ഇത്തരത്തിൽ ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും മിണ്ടാണ്ടിരിക്കും, അമക്കും, ആ വിഷയത്തോട് നോക്കിയേ പോലുമില്ല. മറുവശത്ത് എന്തെങ്കിലും സാധനം ഈ ഭരണപക്ഷത്ത് നിൽക്കുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ സടകൊടഞ്ഞൊഴി നിൽക്കുന്ന ബിനോയ് വിശ്വം. എനിക്ക് തോന്നുന്നു ബിനോയ് വിശ്വം അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള. കാരണം മാത്രമല്ല ഞങ്ങളും പ്രതിപക്ഷമുള്ള, അപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഞങ്ങളും ഇതിനൊക്കെ വിമർശിക്കുന്നുണ്ടെന്ന് പൊതുജന മധ്യത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് ഈ സാധനം. കാരണം ഈ പറഞ്ഞ പോലെ സ്വന്തം പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. ബിനോയ് വിശ്വം കഴിവ് കെട്ട ആളാണെന്നുള്ളതും പാർട്ടിക്കുള്ളിൽ LDFിനുള്ളിൽ CPMന്റെ വില ഇത്തരത്തരം ഇടിഞ്ഞു പോകാനുള്ള കാരണം ബിനോയ് വിശ്വന്റെ നിലപാടില്ലായ്മയാണ് എന്നുള്ളതും CPIയുടെ പല നേതാക്കന്മാരും പറയുന്നത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അത്രത്തോളം നട്ടലുള്ള ഒരു നേതാവാണ് CPIക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിന് അതില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതെ, അപ്പോൾ വളരെ കൃത്യമാണ്. CPIന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം വരുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും തണുപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാലോ, പാകിസ്ഥാനിൽ അവർക്കുള്ളിൽ ഇന്റേണൽ അവരുടെ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം വന്നുങ്ങാണ്ട് ഇന്ത്യക്ക് അത് ബോംബിടും, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നുങ്ങാണ്ട് അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ചർച്ച മൊത്തം ഇങ്ങോട്ട് വരും. സെയിം സാധനമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വന്തം പാർട്ടിക്കുള്ള അദ്ദേഹത്തിനെതിരെ പടയൊരുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് VD സതീശനൊരു ആയുധമായി കിട്ടിയാൽ അദ്ദേഹത്തിനെതിരെ ആക്രമിക്കുക എന്നുള്ള സാധനം മാത്രമേ. കാരണം അതോടുകൂടി ചാനൽ ചർച്ചകൾ മൊത്തം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും. ഈ സാധനം എല്ലാവരും മറക്കും ചെയ്യും. അപ്പോൾ അതോടുകൂടി ഭരണത്തിൽ ഒന്നും കൂടി സേഫായിട്ട് ഇരിക്കാം എന്നുള്ളൊരു തന്ത്രമാണ് ആ സാധനം. അദ്ദേഹം എന്തായാലും ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും മദ്യനയം, സർക്കാരിൻ്റെ മദ്യനയം രൂപീകരിച്ചിട്ടില്ല, അതിൽ ചർച്ച ഉണ്ടായിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കുന്ന കാര്യത്തിൽ, നികുതി ഇളവിൻ്റെ കാര്യത്തിലായാലും അത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വ്യാപകമായി ഒഴുക്കുന്നതിന് വേണ്ടിയാണോ, PMC പദ്ധതിയിലെ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ കൃത്യമായി പഠിച്ച് ജനഹിതത്തിന് അനുസരിച്ച രീതിയിൽ പുതിയ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചാലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ജനവിശ്വാസം വീണ്ടും തുടർന്നും അവർ ആർജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് VD സതീശൻ സർക്കാരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.